ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും മുട്ടയും കൊണ്ടുള്ള 2 റെസിപ്പീസാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന 2 റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന 2 മുട്ടയാണ്. അപ്പോൾ ആ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അധികം മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 റെസിപ്പി ഒന്ന് നല്ല സ്പൈസി ആയിട്ടുള്ളതും ഒന്ന് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ എരിക്ക് വേണ്ടി ചേർക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ഇപ്പം ഞാൻ ഇതിലോട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 3 ഗാർലിക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ്. ഗാർലിക്ക് ചേർത്താൽ ഒരു നല്ല സ്മെല്ലും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് എൻ്റെ കയ്യിലിരുന്ന പച്ചമുളക് അധികം എരിയുള്ള പച്ചമുളകല്ല. പിന്നെ പുതിനയിലയും കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകരം പുതിനയിലയ്ക്കും ഇതിനും പകരം മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിനു വേണ്ടിയാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്വീറ്റായിട്ടുള്ള റെസിപ്പിക്കുള്ള ഇത് ശരിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 മുട്ടയും നേരത്തെ പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. മിക്കവരും വീട്ടിലുണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കേട്ടോ, 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ചതച്ച ഏലക്കയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏലക്ക നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഏലക്ക ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഏലക്കയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ചേർക്കാം. എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഏലക്കയാണ്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നവിടം വരെ നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ടയിൽ ഇതുപോലെ മുക്കി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ബട്ടറിനകത്ത് കിടന്ന് പുതിനയിലയും കറിവേപ്പിലയും ഗാർലിക്കൊക്കെ മൂക്കുന്ന നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അവർക്ക് കുറച്ച് സ്പൈസി ആയിട്ട് സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് എരി വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ സ്വീറ്റ് ബ്രെഡ് അത് ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് മുട്ടയ്ക്കകത്തൊന്ന് മുക്കി നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടർ ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് 2 സൈഡും ഒരുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ഏകദേശമായി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.